ഹലോ. ബീഫ് കറി പലതരത്തിൽ നമ്മൾ കഴിച്ചിട്ടുള്ളവരാണല്ലോ. ഞാൻ എങ്ങനെയാണ് ബീഫ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഞുറുക്കി അതിൽ 2 സ്പൂൺ കല്ലുപ്പിട്ട് ഒന്ന് നന്നായിട്ട് ഞെരടി ഇളക്കി അരമണിക്കൂർ നേരം നമ്മൾ വയ്ക്കുന്നു. ഇനി അത് കഴുകാനായി കഴിഞ്ഞിട്ട് ഒരു പാനിൽ വെള്ളമെടുത്ത് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ബീഫിലേക്ക് അതായത് കല്ലുപ്പിട്ട് വെച്ചിരിക്കുന്ന ഇളക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഒഴിക്കുക. ഒരു സ്പൂണ് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ആ ബീഫിലുള്ള ആ ബ്ലഡൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും. ചിലരൊക്കെ പറയും ബ്ലഡോട് അധികം കഴുകരുത്, പച്ചവെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ മതി, ബ്ലഡ് ഇരിക്കുന്നത് ഒത്തിരി നല്ലതാണ്, ടേസ്റ്റാണെന്നൊക്കെ പറയും. പക്ഷേ ഈ ബീഫിൻ്റെ ബ്ലഡോടൊക്കെ നമ്മൾ അധികം കഴുകാതെ ഈ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ കൊളസ്ട്രോളൊക്കെ. ഇങ്ങനെ നിങ്ങൾ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിലൊരു 4 പ്രാവശ്യം കഴുകി കഴിഞ്ഞ് നമ്മൾ അത് ഒരു നല്ല തെളിഞ്ഞ വെള്ളം വരണം, അതുപോലെ നമ്മൾ കഴുകി വാലയ്ക്ക് വെക്കണം. ഒരു ഓട്ടപാത്രത്തിൽ നമ്മൾ വാലയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഒരു ചീനിച്ചട്ടി, ഗ്യാസ് കത്തിച്ചൊരു ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുന്നു. അടുപ്പിൽ വെച്ച് കഴിഞ്ഞ് ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഈ സബോള 2, വെളുത്തുള്ളി 1 കുടം, അത് 1 കുടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 അല്ലി ഉണ്ടാവും. പിന്നെ ഇഞ്ചി 1 കഷ്ണം, കറിവേപ്പില ഒരു 5 തണ്ട്, പച്ചമുളക് 2 എണ്ണം, പിന്നെ തക്കാളി 1 എണ്ണം, പിന്നെ തേങ്ങാക്കൊത്ത് ഒരു 5 പൂളി എടുത്ത് കഴിഞ്ഞിട്ട് അത് ചെറിയ കൊത്തായിട്ട് കൊത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് സബോള ഇട്ട് കൊടുക്കാം. സബോള എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോള അത് കട്ടി കുറച്ചരിയണേ, എന്നാലേ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ അത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ വഴറ്റുകയാണ്. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കണം. നമ്മൾ കരിയാൻ പാടില്ല. നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർത്തിട്ടില്ലേ, വറുത്തിടുമല്ലോ, അതേമാതിരി തന്നെ ആ ഒരു വറവിൽ വേണം നമ്മൾ അത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ബാക്കി എണ്ണ ഉണ്ടാവുമല്ലോ, ആ ബാക്കി എണ്ണയിൽ നമ്മൾ വെളുത്തുള്ളി ആണ് ആദ്യം നമ്മൾ ഇടുന്നത്. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കണം. അഥവാ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒഴിക്കാം കേട്ടോ. കാരണം ആവശ്യത്തിന് നമ്മളതൊന്ന് മൂത്ത് കിട്ടണമല്ലോ, വെളുത്തുള്ളി ഒന്ന് മൂത്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് വഴറ്റാം. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറാവണം. അപ്പോഴാണ്, കാരണം വെച്ചാൽ കരിയാൻ പാടില്ല, ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. തീ ചെറിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ട് ചുമന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് ഒരു കഷ്ണം നമ്മൾ ചെറുതായിട്ട് കുഞ്ഞായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ടിട്ട് ഇളക്കുന്നു. ഇളക്കി കഴിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരണം. ബ്രൗൺ കളറായി വന്നതിന് ശേഷം നന്നായിട്ട് ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പച്ചമുളക് 2 എണ്ണവും കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഒന്ന് വഴന്ന് കിട്ടട്ടെ. അതായത് കറിവേപ്പില നമുക്കൊന്ന് കൈകൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ പൊടിയണം, അതുപോലെ നമ്മൾ കറിവേപ്പില എടുക്കണം. അപ്പോഴൊരു നമ്മൾ കറിയുടെ കൂടെ ഈ ഇറച്ചിയിലിട്ട് വേവിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു കൊള്ളും, അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് വരും. ഇനി നമ്മൾ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു, അത് നമുക്കിട്ട് ഇളക്കാം.
തക്കാളി ഇട്ടു. തക്കാളി ഞാൻ തൊലി കളഞ്ഞു കഴിഞ്ഞിട്ട് തൊലിയും കുരുവും കളഞ്ഞു കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നമ്മളിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടികൾ മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ പെരിഞ്ചീരകം ചെറിയ സ്പൂണിലാണ് 1 സ്പൂൺ എടുത്തു. ഗരം മസാല 1 ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്കിനിയും ഇതിലേക്ക് ഈ പൊടികൾ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് കരിയാതെ കണ്ട് നമുക്ക് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള സബോള ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഈ സമയത്ത് ഫ്ലെയിം ചെറുതാക്കി വെക്കണേ. സബോള ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കുകയാണ്. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ, ബീഫ് നമ്മൾ ഇതിലേക്ക് നമുക്കിടാം. 2 സ്പൂണ് ഉപ്പ് നീര് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നീര് ഒഴിച്ച ശേഷമാണ് ബീഫ് ഇടുന്നത്. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് മസാലകൾ മൊത്തം പിന്നെ ബീഫിൻ്റെ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം അല്ലേ. നന്നായിട്ട് ഇളക്കി ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾക്ക് കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. കുക്കറിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ മൺചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമെടുക്കും. പിന്നെ വെള്ളം ഒഴിച്ച് വേണം ഉണ്ടാക്കാൻ. ഇതാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുക്കറിലാകുമ്പോൾ ബീഫിനകത്തുള്ള വെള്ളം തന്നെ ഇറങ്ങിക്കോളും, തന്നെ വേകുന്ന സമയത്ത് ഇറങ്ങും. അപ്പോൾ കുക്കർ അടച്ചു. ഒരു 4 സീറ്റി വരുന്ന വരെ നമ്മൾ വെക്കണം. അടുപ്പിൽ നമ്മൾ വെക്കണം, അതായത് സ്റ്റൗവിൽ നമ്മൾ വെക്കണം. അപ്പോൾ 4 സീറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫാക്കുക. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കുക്കറിൽ തന്നെ ഇരിക്കട്ടെ ഇറച്ചി. അപ്പോഴാണ് ആ ശരിക്കുള്ള വേവ് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾക്ക് 5 കഷ്ണം ചെറിയ ഉള്ളി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കട്ടി കുറച്ച് അരിയണം. അതേപോലെ ഒരു 5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്കിത് ബീഫ് അതിൻ്റെ സ്റ്റീമൊക്കെ പോയ ശേഷം കടുക് പൊട്ടിക്കാനായിട്ടാണ് ഇത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയുള്ളിയാണല്ലോ, കടുക് പൊട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയുള്ളിയാണല്ലോ. ഇനി നമുക്ക് ഈ കറിവേപ്പില അത് തണ്ടിൽ നിന്നും അത് ഊരി കറിവേപ്പില അവിടെ എടുത്ത് വയ്ക്കാം. കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. ഇപ്പം 3ഓ 5ഓ ഒക്കെ ചേർക്കാം, ഒത്തിരി നല്ലതാണ്. ഈ പച്ചമുളക് അരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെരിച്ചാണ് മുറിക്കുന്നത് കേട്ടോ. നീളത്തിൽ മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ണമായിട്ടും വയ്ക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ ചെരിച്ച് മുറിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് എണ്ണയിൽ കടന്ന്, അതായത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ കടന്നൊന്ന് വഴന്ന് പിന്നെ ഇതിൻ്റെ ആ പച്ച കളറൊക്കെ ഒന്ന് പോകുമ്പോഴുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ബീഫ് കറിക്ക് വരുന്നത് തന്നെ. നമുക്കിനി കടുക് പൊട്ടിക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ചീനിച്ചട്ടി അടുപ്പ് വെച്ചു. കുക്കർ തുറന്ന് കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയി. നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും കടുക് പൊട്ടിക്കാമല്ലോ അല്ലേ. അതിനായിട്ട് നമ്മൾ കുക്കറിൽ വെള്ളം നമ്മൾ ഒഴിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ വെള്ളമുണ്ട് അല്ലേ. ആ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ ചീനിച്ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ കാരണം നമ്മൾക്കിപ്പം അളന്നൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾക്ക് ഇത്രയാണെന്നുള്ളത് അറിയാൻ പറ്റും. ഇത്രയും നാളും നമ്മൾ ഉപയോഗിച്ചതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇത്രയും ഉണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ
അത് ചൂടായോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ 2 മണി ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് പൊട്ടുന്നില്ലെങ്കിൽ നമ്മൾ അത് ചൂടായി കഴിഞ്ഞിട്ട് കടുക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറ് ഒന്ന് ചെറിയ ചുവപ്പാകുമ്പോഴത്തേന് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നല്ല ഒരുവിധം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫ് കറി ഇതിലേക്ക് കൊടുത്ത് ഒഴിക്കാം. അങ്ങനെ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. സ്വാദിഷ്ടമായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർക്കണേ. താങ്ക് യു വെരി മച്ച്.